ആരാധന എന്ന് പറയുന്ന സന്തോഷമാണ്. ആമേൻ. ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വേദനകളെ നമുക്ക് മറക്കാൻ പറ്റും, മുമ്പിലുള്ള നമ്മുടെ വിഷയങ്ങളെ നമുക്ക് മറക്കാൻ പറ്റും. കാരണം എന്താണ്? ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് ആരാധനയുടെ നടുവിലാണ്. ഇത്രയേ ഉള്ളൂ. ഒരു ആമേ പറഞ്ഞേ. ആമേൻ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് ആരാധനയുടെ നടുവിലാണ്. വിശുദ്ധ ബൈബിൾ അതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് രാത്രിയിലും നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് ലഭിക്കുന്ന നല്ല നിമിഷങ്ങൾ അതൊട്ടും പാഴാക്കി കളയാതെ ഓരോ വ്യക്തിയിലൂടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ഞാൻ ഉൾപ്പെടെ എല്ലാവരിലും അതൊരു അനുഗ്രഹമായി വിടുതലായി മാറണം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ഉയർത്താൻ പോവുകയാണ്. അതിനു മുമ്പ് എന്താണ് ആരാധന എന്ന് ഈ നാളുകളിൽ ദൈവസഭ അധികമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ചർച്ചിൻ്റെ കൺവെൻഷണൽ കർത്താവിൻ്റെ ദാസൻ ഷിബു തോമസ് വന്നിട്ടും പറഞ്ഞത് അത് തന്നെയായിരുന്നു. ആരാധന എന്ന് പറയുന്നത് കേവലം ചർച്ചിൽ വന്ന് ഒരുമിച്ച് കൂടുമ്പോൾ കുറേ പാട്ടുകൾ പാടി കൈയടിച്ച് മടങ്ങിപ്പോകുന്നതല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെയുള്ള ജീവിതമാണ് ആരാധന. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തോട് കൂടെയുള്ള ജീവിതം. നമുക്കൊക്കെ ആരാധന എന്ന് പറയുമ്പോൾ ചർച്ചാണ് ഓർമ്മ വരുന്നത്. പക്ഷേ അതല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് ജീവിതമാണ്. ആമേൻ. അതിന് ഏറ്റവും വലിയ തെളിവ് ഒരുപാടുണ്ടെങ്കിലും ഒരാളെ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം താൻ മുറുകെ പിടിച്ചില്ല. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ജീവനെ നൽകി. താൻ ആ ജീവിച്ച കാലയളവിൽ ഒരുപാട് അത്ഭുതങ്ങൾ അടയാളങ്ങളും ചെയ്തു അല്ലേ? രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, സുവിശേഷം പറഞ്ഞു, ശിഷ്യരാക്കി, അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു. പക്ഷെ അതിന് നടുവിലും കർത്താവ് ചെയ്തൊരു കാര്യമുണ്ട്. പിതാവുമായിട്ടുള്ള ബന്ധം വിട്ടുകളയാതെ എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെയും നാം വായിച്ചിട്ടുണ്ടല്ലേ? താൻ മലമേൽ ഒറ്റക്കൽ കയറിപ്പോയി പ്രാർത്ഥനയിലിരുന്നു ഒക്കെ വായിച്ചിട്ടില്ലേ നമ്മൾ? ദൈവമായിട്ടുള്ള ബന്ധം, പിതാവുമായിട്ടുള്ള ബന്ധം. യേശുവിന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? യേശു ദൈവമല്ലേ? പിന്നെ എന്തിനാ അങ്ങനെ ഒരു അനുഭവം? നമുക്ക് നൽകിയിരിക്കുന്ന ഒരു മാതൃകയാണത്. ആമേൻ, ഹല്ലേലൂയ. ദൈവവുമായിട്ട് ബന്ധം പുലർത്തുന്നവന് മാത്രമേ ഈ ലോകത്തെ ജയിപ്പാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ആരും ഇവിടെ ഇല്ലേ? ഒരു കരമുയർത്തി ഒന്ന് പ്രതികരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ഞാൻ മാത്രം ശബ്ദം ഉയർത്തിയോട് കാര്യമുള്ളൂ. നമ്മുടെ ഒരുമിച്ച് ശബ്ദം ഇവിടെ സ്വർഗത്തിൽ ഉയരണം. ഹല്ലേലൂയ. നാം ഒരുമിച്ച് ദൈവത്തെ ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കും. ആമേൻ. ഇത്ര നേരം അനുഗ്രഹിക്കപ്പെട്ട ആരാധന നമ്മളായിരുന്നു. തുടർന്നും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവിൽ അത് ഒന്നും കൂടെ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് എന്തു പറയുന്നു അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും യേശു കർത്താവ് എന്തു പറയുന്നു അത് മാത്രമേ ഞാനും ഇവിടെ ഇപ്പോൾ അതിനു മുമ്പ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുമൊക്കെ ദൈവവചനമാണ്. ഇന്ന് രാത്രിയിലും അത് സ്വീകരിക്കാൻ എത്ര പേർ തയ്യാറായിരിക്കുന്നുണ്ട്? ഒരു നിമിഷം ആ കണ്ണുകളൊന്ന് അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ നടുവിൽ പകർന്ന തൈലം പോലെ റമഗ ശാന്തനാര ഭൗഡാരഗത. എല്ലാ അധരങ്ങളും ചലിക്കട്ടെ. ശബ്ദം ഉയർത്തി, നിങ്ങളുടെ ശബ്ദം ഒന്നുകൂടെ ഉയരട്ടെ. കമോൺ. ഇത്ര നേരം ഇവിടെ നിന്ന് മൈക്കിൽ പറയുന്നവരുടെ ശബ്ദമാണ് കേട്ടതെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ശബ്ദം ഒന്ന് ഉയരട്ടെ. എല്ലാ വായികളും തുറന്നേ, അധരങ്ങളൊന്ന് തുറന്നേ. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ശബ്ദം ഉയർത്തി. കമോൺ. റബാക ശാന്തനാര. ശബ്ദം ഉയർത്തി അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നിങ്ങളുടെ ശബ്ദം ഒന്ന് ഉയരട്ടെ. അന്യഭാഷ വരം ലഭിച്ചവർ റബാഗ ശംധാരം ഔഡിയാം ധാരബാരബ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകട്ടെ. എവിടേക്കാണോ കെട്ടിക്കിടക്കുന്നത് ഇന്ന് രാത്രിയിൽ അത് പൊട്ടി പുറപ്പെടട്ടെ ഒരു ഉറവയായി. റബാഗ ശംധന. കണ്ണുകളെ അടച്ച് അധരങ്ങളെ തുറന്ന് ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ട് ഇതിന് നടുവിൽ. എനിക്കത്
അനുഭവിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ വന്ന് വെറുതെ മടങ്ങി പോകാനല്ല, കുറെ പാട്ട് പാടി കുറെ വചനങ്ങൾ കേട്ട് പോകാനല്ല അപ്പാ. അതൊന്ന് ജീവിതത്തിൽ അനുഭവിപ്പാൻ, അതൊന്ന് ജീവിതത്തിൽ വിടുതലായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ, സന്തോഷം അനുഭവിപ്പാൻ ഈ വരണ്ട ഭൂമിയിൽ ഈ പ്രവാസത്തിലായിരിക്കുമ്പോൾ ജോലിയുടെ ഭാരങ്ങൾ, എല്ലാ ടെൻഷന്റെ നടുവിലും അല്പസമയം അങ്ങയുടെ സന്നിധി ഞങ്ങൾ ആയിരിക്കുമ്പോൾ കർത്താവ് ലഭിക്കേണ്ടത് ലഭിപ്പാൻ കമോൺ, എത്ര പേർ കൊതിക്കുന്നുണ്ട്? മുന്നോട്ടുള്ള ഓരോ ചുവടും ദൈവത്തോട് കൂടെ ആയിരിക്കേണ്ടതിന് ഈ ലഭിക്കുന്ന നിമിഷങ്ങൾ പാഴാക്കി കളയാതെ കമോൺ അതരങ്ങളെ തുറക്കട്ടെ. ശബ്ദമുയർത്തി ആത്മാവിന്റെ നിറവിൽ അന്യഭാഷകളിൽ അന്യഭാഷ വരം ലഭിച്ചവർ പരിശുദ്ധാത്മാവേ 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 അങ്ങ് തൊടണമേ, അങ്ങ് തൊടണമേ, അങ്ങ് നിയന്ത്രിക്കണമേ, അങ്ങ് നിയന്ത്രിക്കണമേ. ഓരോ വ്യക്തികളിലും അത് വെളിപ്പെടട്ടെ, ഓരോ വ്യക്തികളിലും അത് ശരീരത്തിൽ വെളിപ്പെടട്ടെ. ഇന്ന് രാത്രിയിൽ ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ, ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധ ആത്മാവിന്റെ നിറവ് വെളിപ്പെടട്ടെ. അതരങ്ങളെ തുറക്ക്. മൗനമായിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് സാത്താന്റെ തന്ത്രമാണ്. അതരങ്ങളെ തുറന്ന് രാത്രി സ്തുതിക്കുമ്പോൾ ആ അതരത്തിന്റെ കെട്ടുകൾ പൊട്ടി ഇന്ന് രാത്രിയിലും ജീവജല നദികൾ ഒഴുകട്ടെ. യെസ് 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 യെസ്. എല്ലാ ഡ്രൈനസും മാറട്ടെ, എല്ലാ ഡ്രൈനസും മാറട്ടെ, എല്ലാ ഡ്രൈനസും മാറട്ടെ. ആത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് ഇന്ന് രാത്രിയിലും ജീവജല നദികളായി ഒഴുകട്ടെ, ഒഴുകട്ടെ. Come on, come on, come on, come on. Rika ba 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 ba. Thura baraga, thura baraga. La thura maniandhara baudaraga. കരമടിക്കുന്നുവെങ്കിൽ നന്നായി കരമടിക്കണം. അതരങ്ങളെ തുറന്ന് സ്തുതിക്കുന്നുവെങ്കിൽ നന്നായി സ്തുതിക്കണം. സ്വന്തം ജീവനെ നൽകിയ നമ്മളെ വീണ്ടെടുത്തത്. കർത്താവിന് മടക്കി കൊടുക്കുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കണം. ദൈവജനമേ അതരങ്ങളെ തുറന്ന് ഓ മൗനത വെടി, മൗനത വെടി. രാധുരാമാ നിയാന്ത റബന റിഗല ധിരാമാ ന്യാൻഷേ ലോദോ റിയ. Shatara baba 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 Ratharamanaga ragala ragada Zuramanaga ragala raga Shamdhanara bhauda ragada ragana Rimanaga ragala ragada raganam Shamdhanara bhauda Pagarna tailam po ninnamam Paril saurabhyam വീശുന്നതാ പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. ജനം ഒരുമിച്ച് ആ വരികൾ പാടി. പാഴി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി നമ്മളെ വിളിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. പാടിയേ. പാഴി ദൂഷി നിന്ന കരമുയർത്തി പറ. എന്നെ സുഗന്ധ ഒരിക്കൽ കൂടെ പാടിയട്ടെ. പകർന്ന തൈലം പോൽ, പകർന്ന തൈലം സുരമാനിയ പാരിൽ സൗരഭ്യം റമാനിയാന്തി പകർന്ന തൈലം പോൽ നിന്ന പാരിൽ സൗരഭ്യം വീശുന്നതാ. പാഴി ദൂഷി നിന്ന എന്നെ സുഗന്ധമായി ഓ പാഴി. ഈ ലോകം തരുന്നത് അതാണ്, എന്നാൽ നാം സുഗന്ധമായി ആഗ്രഹിക്കുന്നവർ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ വാഴ്ത്തുമേ. ഞാൻ
നന്ദിയോടെ നന്ദിയോടെ ഞാൻ പാടി, നന്ദിയോടെ നന്ദിയോടെ ഞാൻ പാടി. ഒരിക്കൽ കൂടെ വാഴ്ത്തുമേ വാഴ്ത്തുമേ പുഷ്പം ശാരോനിലവൻ താമരയുടെ പനിനീർ പുഷ്പം ശാരോനിലവൻ താമരയുടെ താഴ്വരയിൽ വിശുദ്ധരിൻ സൗന്ദര്യ സമ്പൂർണനേ യേശുവേ വിശുദ്ധരിൽ സൗന്ദര്യ സമ്പൂർണനേ വാഴ്ത്തുമേ വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ മനക്ലേശ തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായെന്നുരച്ചവനേ. ഓ തിരുക്കരം ആമേൻ ആമേൻ. അതനുഭവിച്ചിട്ടുള്ളവർ കേട്ടിട്ടുള്ളവർ ഇന്ന് രാത്രിയിൽ കരങ്ങൾ ഉയർത്തി ഓ വാഴ്ത്തുമേ വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ ആ പാട്ടുകൾ ആരാധനയാൽ ഇന്ന് രാത്രിയിലും ഉയരേണ്ടതിനായി ഒരിക്കൽ കൂടെ വാഴ്ത്തുമേ ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ തിരുഹിതേ തിരുഹിതമീഹേ തികച്ചു സമർപ്പണത്തോടെ പറഞ്ഞാട്ടെ ഇതാ ഞാനിപ്പോ എന്റെ ഇഷ്ടമല്ല കർത്താവേ അങ്ങയുടെ ഹിതം തിരുഹിതമീഹേ ഓ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ എൻ്റെ വേലയെ തികച്ചും കൊണ്ട്
നിന്നിടുവാൻ എൻ്റെ വേലയെ. എന്നെ എന്തിനാണോ വിളിച്ചത് ആ പ്രവൃത്തിയെ തികച്ച് നിന്റെ മുൻപിൽ ഞാൻ. അതിനായി കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. ഒരുമിച്ച് പാടിയേ. വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ പാടിടുമേ. നന്ദിയോടെ നന്ദി. എൻ്റെ സമർപ്പണം അങ്ങയുടെ വചനത്താൽ എന്നെ കഴുകണമെന്നാണ്. എൻ്റെ ആഗ്രഹം അങ്ങയുടെ ആത്മാവിനെ എന്നെ നിറയ്ക്കണമെന്നാണ്. ഹല്ലേലൂയ. സമർപ്പണത്തോടെ വചനത്തിന് മുൻപിലിരിക്കുമ്പോൾ നമ്മളെ ആത്മാവിനാൽ നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. ഈ ആരാധന, ദൈവ സാന്നിധ്യം എന്നൊക്കെ നമ്മൾ ഇത്ര നേരം പറയുകയും പാടുകയും ആഗ്രഹിക്കുകയും ചെയ്തു നമ്മൾ. പക്ഷേ അത് പ്രവൃത്തിയിൽ കാണുന്നത് വചനത്തിലൂടെയാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വചനം എന്ന് പറയുന്നത് ആരാ? ക്രിസ്തുവാണ്. ആമേൻ. കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നാം കഴുകപ്പെടും. കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നാം നിറയപ്പെടും. കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അത് വെളിപ്പെട്ടു വരും നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ. ഏറ്റവും വലിയ ഉദാഹരണം അപ്പോസ്തലനായ പൗലോസാണ്. ഈ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഞങ്ങളെ പോലുള്ളവർ എപ്പോഴും പറയുന്ന ഒരു അനുഭവമാണ് കാരാഗ്രഹത്തിൽ ആരാധിച്ച പൗലോസ്. അല്ലേ? കേട്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴൊക്കെ അത് പറയുമ്പോഴും അതിന് മുന്നമേ ദൈവസന്നിധിയിൽ ഇരുന്ന് അതിനൊന്ന് ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. പൗലോസിനെ തൊട്ട ആ നാൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ അവൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു വെളിച്ചം കണ്ടു. അല്ലേ? ആ വെളിച്ചമാണ് അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടമാക്കിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം അത്. പക്ഷേ ആ അനുഭവം അപ്പോസ്തലനായ പൗലോസ് പിന്നെയും പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് എങ്ങനെയാണ്? ഞാനൊരു വലിയ വെളിച്ചം കണ്ടു. കുറച്ച് നാളിന് ശേഷം പറയുന്നതാ, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ആദ്യം പറയുന്നത് ഞാനൊരു വെളിച്ചം കണ്ടു, പിന്നെ പറയും ഞാനൊരു വലിയ വെളിച്ചം കണ്ടു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഒന്നും കൂടെ കർത്താവിനെ ആഴമായി അറിഞ്ഞു അവൻ. അതുകൊണ്ട് അവന് മനസ്സിലായി അത് ചെറിയ വലിയ വെളിച്ചമല്ല, അതൊരു വലിയ വെളിച്ചമാണ്. ഇത് വീണ്ടും അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ പറയുന്നു. അത് ഇങ്ങനെയാവൻ പറയുന്നു: രാജാവേ, ഞാൻ സൂര്യനേക്കാൾ കവിയുന്നൊരു വെളിച്ചം കണ്ടു. ആമേൻ. അത് നമ്മളെ കാണിക്കുന്ന അവന്റെ ആത്മീക വളർച്ചയാണ്. ദൈവത്തോട് അധികമായി അടുക്കും തോറും ഈ ലോകത്തിൽ നമ്മൾ അകന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തോട് അടുക്കും തോറും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ അകന്നിരിക്കും. എനിക്കറിയാം അത് ഉള്ളിലോട്ട് കയറാൻ ഒരു ഇച്ചിരി പാടാണ്. ഒന്ന് ആത്മാവിൽ നിന്ന് ഒരുക്കത്തോടെ ഇരിക്കുന്നവനെ അതൊന്ന് തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തോട് ആഴമായി അടുത്ത് നിൽക്കുമ്പോൾ ഈ ലോകത്തിലെ മോഹങ്ങൾ, ഈ ലോകത്തിലെ കാഴ്ചകൾ, ആഗ്രഹങ്ങളൊക്കെ കുറഞ്ഞ് കർത്താവിലേക്ക് നമ്മൾ അടുത്തു വരും. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് പൗലോസ് കാരാഗ്രഹത്തിൽ ആരാധിച്ചത്. ചങ്ങല പൊട്ടണം, കാരാഗ്രഹം തുറക്കണം, കാരാഗ്രഹ പ്രമാണിയെ തൊടണം എന്നുള്ള ആഗ്രഹത്തോടെയല്ല. താൻ ആ കണ്ട വെളിച്ചമുണ്ടല്ലോ, എപ്പോൾ ആ ദമസ്കോസിന്റെ പടിവാതിക്കൽ അനുഭവിച്ച ദൈവ സാന്നിധ്യം, ആ വിടുതൽ നമ്മളൊക്കെ അനുഭവിച്ചതുപോലെയാണല്ലോ ആ മനുഷ്യനും അനുഭവിച്ചത്. പക്ഷെ അതിൽ തന്നെ താൻ നിന്നില്ലെന്ന്. വളർന്ന് എന്ത് പ്രതികൂലം വന്നാലും, എന്ത് സാഹചര്യം വന്നാലും, കാരാഗ്രഹത്തിലാണെങ്കിലും, അടികൊണ്ട് നുറുങ്ങപ്പെട്ട് വേദനയിലാണെങ്കിലും, ഇരുട്ടിന്റെ അന്ധതയിലാണെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ആമേൻ. അങ്ങനെയുള്ളവൻ ഒരു അത്ഭുതമായിരിക്കും. ഈ രാജ്യത്ത് നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എത്ര പേർ അത് ഏറ്റെടുക്കുമെന്ന് രാത്രിയിൽ? എന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് എൻ്റെ യേശുവിൻ്റെ നാമം മഹത്വം എടുക്കാനാണെന്ന് ആഗ്രഹിക്കുന്നവർ ബോധ്യമുള്ള എത്ര പേരുണ്ട്? കുറെ പണമുണ്ടാക്കാനല്ല, നാട്ടിലൊരു വീടുണ്ടാക്കാനല്ല, സമ്പാദ്യമുണ്ടാക്കാനല്ല. അതൊക്കെ കർത്താവ് തരും. മുന്നമേ എൻ്റെ രാജ്യം നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നൽകാമെന്നാ പറഞ്ഞത്. നാം എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ദൈവഹിതപ്രകാരമുള്ളതെല്ലാം കർത്താവ് തരും. പക്ഷെ ഒറ്റ കാര്യം നാം ചിന്തിച്ചാൽ മതി: അവന്റെ രാജ്യവും നീതിയും. ആമേൻ. ഹല്ലേലൂയ.
ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു ആഗ്രഹം എത്ര പേർക്കുണ്ട്? കമോൺ 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 കമോൺ. ഓ റബക ശംധന രഭൗര. കർത്താവേ, കർത്താവ് ഇന്ന് രാത്രിയിലും ആ ഹൃദയ കണ്ണൊന്ന് തുറക്കുവാൻ, ആത്മക്കണ്ണൊന്ന് തുറക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ്, ഇന്നലകളിലെ പരിചയമല്ല, ഇന്നലകളിലെ അനുഭവമല്ല, പുതിയ പുതിയ തലങ്ങൾ വെളിപ്പെടുന്ന നാളുകൾക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ ജനത്തെ അങ്ങ് തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒന്ന് പ്രതികരിച്ചാട്ടെ പ്രിയർ, ഒന്ന് പ്രതികരിച്ചാട്ടെ. ജീവിതത്തിന്റെ ടെൻഷൻ എല്ലാം മാറിപ്പോകുവാൻ, ജീവിതത്തിന്റെ ഭാരമെല്ലാം മാറിപ്പോകുവാൻ, ജോലിയുടെ ഭാരമെല്ലാം മാറിപ്പോകുവാൻ, നിരാശകൾ മാറിപ്പോകുവാൻ, ജോലി 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 ആ ചിന്തകൾ മാറ്റി അതിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ, അധികാരത്തോടെ അഭിഷേകത്തോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ അടിച്ച് ആത്മാവിന്റെ നിറവിൽ അതരങ്ങളെ തുറന്നതൊന്ന് ഏറ്റെടുത്ത് യുദ്ധം യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. നാളെ കുറിച്ച് വിചാരപ്പെടുവാനല്ല എന്നെയും നിങ്ങളെ വിളിച്ചത്, ദൈവനാമത്തെ ഉയർത്തുവാനാണ്. കമോൺ, ഞാൻ ആരോടെ ഇത് പറയുന്നത്? ഏറ്റെടുക്കാൻ ആർക്കെങ്കിലും ഇന്ന് രാത്രിയിൽ കർത്താവ് എനിക്കൊരു വിടുതൽ വേണം, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് കൊതിക്കുന്നവരുണ്ടോ? അതോ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? ആത്മാവിൽ വളർച്ചയുള്ളവനെ മറ്റെല്ലാ മേഖലകളിലും വിടുതൽ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ആമേൻ. ആത്മാവിൽ മുരടിച്ചിരുന്നാൽ ജീവിതം മുരടിച്ചു പോകും. എത്ര പേർ ആഗ്രഹിക്കുന്നു ആത്മാവിലൊരു വളർച്ച, ആത്മാവിലൊരു വളർച്ച, ദൈവത്തോട് കൂടെയുള്ളൊരു ജീവിതം കൊതിക്കുന്നവരുണ്ടോ? ആ കരങ്ങളൊന്ന് ഉയർത്തി, കരങ്ങളൊന്ന് ഉയർത്തി എന്നോട് കൂടെ വാക്കൊന്ന് പറയാവോ? യഹൂദ മുൻപേ പോകട്ടെ, യുദ്ധം യഹോവയ്ക്കുള്ളത്. ശബ്ദമുയർത്തി. യഹൂദ മുൻപേ പോകട്ടെ, യുദ്ധം യഹോവയ്ക്കുള്ളത്. സ്തുതികൾ മേലോട്ടുയരട്ടെ, വിജയം ഞങ്ങൾക്കല്ലയോ. സ്തുതികൾ മേലോട്ടുയരട്ടെ, വിജയം ഞങ്ങൾക്കല്ലയോ. അതുകൊണ്ട് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, തൻ സ്തുതി എന്നും എപ്പോഴും എന്നാവിലിരിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, തൻ സ്തുതി എന്നും എപ്പോഴും എന്നാവിലിരിക്കും. ജനം പാടിയേ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, തൻ സ്തുതി എന്നും എപ്പോഴും എന്നാവിലിരിക്കും. ഒരിക്കൽ കൂടെ പാടിയ വാക്കുകൾ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, തൻ സ്തുതി എന്നും എപ്പോഴും എന്നാവിലിരിക്കും. ബ്യൂട്ടിഫുൾ. ഒരിക്കൽ കൂടെ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, തൻ സ്തുതി എന്നും എപ്പോഴും എന്നാവിലിരിക്കും. യഹൂദ യഹൂദ മുൻപേ പോകട്ടെ, യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം യഹോവ. ആത്മനിറവിലൊന്ന് പാടിയ ദൈവജനമേ. യഹൂദ പോകട്ടെ. ആമേൻ. യുദ്ധം യഹോവയ്ക്കുള്ളത്. സ്തുതികൾ മേലോട്ടുയരട്ടെ, സ്തുതികൾ മേലോട്ടുയരട്ടെ. വിജയം ഞങ്ങൾക്കല്ലോ, വിജയം ഞങ്ങൾക്കല്ലയോ. സ്തുതികൾ
വിജയം. അതുകൊണ്ട് കരങ്ങളെ ഉയർത്തി പറഞ്ഞ് ഞാൻ യഹോവയെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. താൻ സ്തുതി എന്നും എപ്പോഴും എന്നാവി. ആഗ്രഹത്തോടെ ചേർന്ന് പാടിയേ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. താൻ സ്തുതി എന്നും എപ്പോഴും. ആ ആഗ്രഹം ജീവിതത്തിൽ ഉടനീളം സംഭവിക്കട്ടെ. ഞാൻ കാലത്തും വാഴ്ത്തും. താൻ സ്തുതി എന്നും എപ്പോഴും. ആരാധനയുടെ ആത്മാവ്, സ്തുതിയുടെ ആദരങ്ങൾ. അവൻ അത്ഭുത മന്ത്രി, അവൻ അത്ഭുത മന്ത്രിയാം ദൈവം. അവൻ അത്ഭുത നിത്യതാതന വീരനാ ദൈവം. ഉന്നത ദേവൻ നീതി സൂര്യൻ രാജാതിരാജനാം മശിഹ. ദൈവജനം ഒരുമിച്ച് പാടിയേ, പരിശുദ്ധൻ മഹോന്നതദേവൻ. മഹോന്നതദേവൻ പരമെങ്ങും വിളങ്ങും ഈ ലോകമെന്നും. യെസ്, ഓ സ്വർഗീയ നിത്യവും വാഴ്ത്തുന്നവൻ. സ്വർലോകനാഥനാം പരിശുദ്ധൻ, പരിശുദ്ധൻ മഹോന്നത പരമെങ്ങും. യെസ്, റബാഗ ശംഭന. ഈ കുവൈറ്റ് രാജ്യത്തിലും ആ നാമം ഉയരട്ടെ. സ്വർഗീയ സൈന്യം. യെസ്, ലബാറ ശംഭന ലതേരിയ ലരാം തേരബ മശിഹ.
രണ്ട് കരങ്ങളും ഉയർത്തി ഒരുമിച്ച് ദൈവം പരിശുദ്ധൻ, ഒരുമിച്ച് പാടിയാട്ടെ. ദൈവം പരിശുദ്ധൻ. ദൈവജനത്തിന്റെ ശബ്ദം ഉയരട്ടെ. യേശു മാത്രം, യേശു മാത്രം ദൈവം. അത് മുഴങ്ങട്ടെ ഈ രാജ്യത്ത്. ഹേ ദൈവം പരിശുദ്ധൻ. ഓ ദൈവം ശാന്തനാര ബൗഡാരഗദാരഗ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം. ആമേൻ. ആ നാമം മഹത്വം എടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവം പരിശുദ്ധൻ. ലാതോറോമോലേക്കെ ലാതാരാബ ലിഖമാന ലെതെരേക്കെ ലാതോറോബോ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഹൃദയത്തിലെന്നും ഈ വരികൾ ഉയർന്നു നിൽക്കണം. യഹൂദ മുൻപേ പോകട്ടെ, യുദ്ധം ഉള്ളത്. ശബ്ദമുയർത്തി. യഹൂദ മുൻപേ പോകട്ടെ, യുദ്ധം യഹോവയ്ക്കുള്ളത്. സ്തുതികൾ മേലോട്ടുയരട്ടെ, വിജയം ഞങ്ങൾ. ബോധ്യത്തോടൊന്ന് പാടിയാണ്. സ്തുതികൾ വന്നാലും ഭാരപ്പെടരുത്. ദൈവമുഖത്തേക്ക് നോക്കുന്നവന് പറയുവാൻ ഒന്നേ ഉള്ളൂ, യുദ്ധം യഹോവയ്ക്കുള്ളത്. ആമേൻ, ഹല്ലേലൂയ. ആ ജയം നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അവരവിടെ കേട്ട ദൈവ ശബ്ദത്തെ അവരെന്തു ചെയ്യുന്നറിയാമോ? അത് ആരാധനയാക്കി മാറ്റി. ആമേൻ. യുദ്ധം ചെയ്യുവാൻ യോദ്ധാക്കളെ നിർത്തുന്നതിന് മുൻപേ സംഗീതക്കാരെ നിയമിച്ചു. എന്നിട്ട് അവർ ഒരുമിച്ച് ഉയർത്തി, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ. ആമേൻ. ആരാധിക്കുന്നവൻ ഒരു നാളും തകർന്നു പോകത്തില്ല. ആരാധിക്കുന്നത് ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്നവൻ, കർത്താവിനോട് കൂടെ നിൽക്കുന്നവൻ. ആമേൻ. എന്റെ കൂടെ നിൽക്കുന്ന എന്റെ സഹോദരൻ, അവനെ കുറിച്ച് എനിക്ക് നല്ലവണ്ണം അറിയാമെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് എന്നാ നല്ലത് ഞാൻ പറയും, സന്തോഷത്തോടെ പറയും. അങ്ങനെയെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെയുള്ള നല്ല കർത്താവിനെ നല്ലത് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് ആരാധന. അത് ജീവിതത്തിൽ എപ്പോഴും പ്രായോഗികമാക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഒരാളുടെ കുറ്റം കേൾക്കുവാൻ നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു? ഒരാളെ കുറിച്ച് പറയുവാൻ നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു? ആമേൻ. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. എൻ്റെ ആദരം ആവശ്യമില്ലാത്തതൊന്നിനും ഞാൻ ഉപയോഗിക്കത്തില്ല. സമയം കിട്ടുമ്പോഴൊക്കെയും എൻ്റെ കർത്താവിനെ ഞാൻ ഉയർത്തും. ഹല്ലേലൂയ. എപ്പോഴും ആരാധിക്കുന്ന ഒരു അനുഭവം കർത്താവ് അത് കൊതിക്കുന്നതാണ് നമ്മളെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയരെ, അങ്ങനെയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ കൂട്ടായ്മ വളരും, സഭ വളരും, ഈ ദേശത്ത് ക്രിസ്തുവിന്റെ നാമം മഹത്വം എടുക്കും. ആമേ. ഈ രാജ്യത്തിലുള്ളവർ യേശുവിനെ അറിയും. ആമേ. നാം ഒരുമിച്ച് നിന്നാ മതി പ്രിയരെ. നാം ഒരുമിച്ച് നിന്ന് കർത്താവിനൊന്ന് ഉയർത്തിയാൽ മതി. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്നാൽ തന്നെ ഒരു വിടുതല. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? സമാധാനം കൊതിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ. സന്തോഷം അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നവരവിടെ. എനിക്കറിയാം, ഇവിടെ ഞാൻ വന്ന നാൾ മുതൽ ഞാൻ ആത്മാവിൽ ഭാരപ്പെടുന്ന ഒരു കാര്യമാണ്, സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം ഇവിടുത്തെ ജനത്തിനുണ്ടാകണം. ഹല്ലേലൂയ. ജോലി ഭാരങ്ങൾ പലരെയും മടുപ്പിക്കുന്നുണ്ട്. കുടുംബത്തിന്റെ പ്രാരാധങ്ങൾ പലരെയും ഭരിക്കുന്നുണ്ട്. ദൈവത്തെ മുഖത്തേക്ക് ആത്മാർത്ഥമായി നോക്കുവാൻ കഴിയാതെ വണ്ണം ജനത്തെ ഒതുക്കുന്ന ആ ജഡത്തിന്റെ പ്രവൃത്തിയെ നാം ജയിക്കണമെങ്കിൽ ആത്മാവിൽ നാം ഉയരണം.
ആത്മാവിൽ ഉയരണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നു? ആ കരങ്ങളൊന്ന് ഉയർത്തി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരങ്ങളൊന്ന് ഉയർത്തി. ഒരു നിമിഷം ആ കണ്ണുകളൊന്ന് അടച്ചേ. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നുണ്ട്. കർത്താവ് ഹൃദയങ്ങൾ അറിയുന്നുണ്ട്. പരിശുദ്ധനെ പരിശുദ്ധനെ പരിശുദ്ധനെ, അങ്ങിന്ന് രാത്രിയിൽ ഈ ജനത്തെ അറിയുന്നതിനായി സ്തോത്രം. ഹൃദയ വിചാരങ്ങളെ അറിയുന്നതിനായി സ്തോത്രം. ആരാഞ്ഞറിയുന്നതിനായി സ്തോത്രം. കർത്താവേ, അവരുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ അങ്ങ് എടുത്തു മാറ്റിയതിനായി സ്തോത്രം. ആരാധനയുടെ ഒരു പുതപ്പ് ഇന്ന് രാത്രിയിൽ അവരുടെ ഹൃദയങ്ങളിൽ വീഴട്ടെ. കർത്താവ് എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു, എപ്പോഴും അങ്ങയെ ആരാധിക്കുന്നു, എപ്പോഴും ആ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന, ദാഹിക്കുന്ന ഒരു ഹൃദയം കർത്താവ് ഈ ജനത്തിന് മേൽ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്ത് ജനത്തെ അങ്ങ് മാനിക്കണമേ കർത്താവേ. അപ്പച്ച ഒതുക്കുന്നവരുടെ നടുവിൽ, കുറ്റം പറയുന്നവരുടെ നടുവിൽ, മുറിവേൽപ്പിക്കുന്നവരുടെ നടുവിൽ തല ഉയർത്തി സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഒരു നാളേക്കായി ഞങ്ങൾ കൊതിക്കുന്നു. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അഭിഷക്തനായി പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് വേണ്ടി ഇത്രയും നാൾ കർത്താവ് നിന്നതിനായ സ്തോത്രം, നിർത്തിയതിനായ സ്തോത്രം. ഇനിയും ശക്തീകരിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. പിന്നിൽ നിൽക്കുന്ന എല്ലാ അഭിഷക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, എല്ലാ മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും എല്ലാ അനുഗ്രഹങ്ങളാണ് ആത്മീകമായി, ഭൗതികമായി, ശാരീരികമായി, സാമൂഹ്യപരമായി, സംസ്കാരപരമായി എല്ലാ മേഖലകളിലും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുമഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ. യഹൂദ മുൻപേ പോകട്ടെ, യുദ്ധം യഹോവയ്ക്കുള്ളത്, സ്തുതികൾ മേലോട്ടുയരട്ടെ, വിജയം പറഞ്ഞേ ഞങ്ങൾ. എന്നെ മറന്നാലും ഈ പാട്ടിന്റെ വരികൾ മറക്കരുത് നിങ്ങൾ. ആമേൻ. ഇത് ജീവിതത്തിൽ നിങ്ങളുടെ ഒരു സാക്ഷ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കുമ്പോൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇരുന്നാട്ട് ദൈവസന്നിധിയിൽ. താങ്ക് യു.